മറ്റ് റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന ഷൈൻ ടോം ചാക്കോ, പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഷൈനിന്റെ പണമിടപാടുകളിലും കൂടുതൽ അന്വേഷണം നടക്കും. ഫോണുകൾ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ പോലീസ് എഫ്ഐആർ റദ്ദാക്കാൻ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിക്കാനും നീക്കം നടത്തി. സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുറ്റം മുഴുവൻ തനിക്കും മറ്റൊരു നടനുമെതിരെ മാത്രമാണെന്നാണ് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയത്. സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമാണ്. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഷൈനിന്റെ പണമിടപാടുകളും ദുരൂഹമാണ്. 2000 രൂപ മുതൽ 5000 രൂപ വരെ ചില അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. സമീപകാലത്ത് ഇത്തരത്തിൽ 14 പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ലഹരി ഇടപാടുകൾക്കായാണ് പണം നൽകിയതെന്നാണ് സംശയം. കടം കൊടുത്ത പണമാണിതെന്നാണ് ഷൈനിന്റെ വിശദീകരണം. ഷൈനിന്റെ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഫോണുകളും ശരീരസ്രവ സാമ്പിളുകളും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് തിരുവനന്തപുരം ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കും. ഓൺലൈൻ പണമിടപാട് വിവരങ്ങളും ഫോണിൽ നിന്ന് ശേഖരിക്കും. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരുമായി ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് എഫ്ഐആർ റദ്ദാക്കാൻ വൈകാതെ കോടതിയെ സമീപിക്കും. ദുർബലമായ എഫ്ഐആർ ആണ് പോലീസിന്റേത്. ശരീരസ്രവങ്ങളുടെ പരിശോധനാ ഫലം വന്ന ശേഷം എഫ്ഐആർ റദ്ദാക്കാൻ നിയമ നടപടികൾ തുടങ്ങും. ജനം, കൊച്ചി.